വൈഡല്ലേ സ്ക്രീനൊക്കെ. പ്ലാൻ ഓക്കെ. ഇവിടെ സീൻ റേഞ്ചാണ് സീനല്ലേ? ഇതാണോ? ഇതല്ല വോളിയം. പോവാണപ്പോ താഴേക്ക് സ്റ്റോക്ക് ഓടിയല്ലേ? I done went back in myself, felt like hell. Fuck, I risked it, pace yourself. How you living? Know you drilling off a city. How I got my strings and business backing out in the street. What is wild that it be? Rages out, gotta eat. Now the vibe brought away with the sound. By the way, kinda down by the days to myself. Know they fucking with the moves. I'm joking, all the Jews know I'm joking. I be smooth and I lose it. Yeah, nah. ഒരു വീപ്പ് പട്ടിന്റെ ഞാൻ പഠിച്ചോണ്ടേയിരിക്കും. ചിമ്മ് റിമൂവ് ചെയ്യാൻ പറ്റൂല. അത് ആ മോഡ് ഡിലീറ്റ് ആക്കാവുന്നേ ഉള്ളൂ. പക്ഷെ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. 35 രൂപ 40 രൂപ അതിന് ആ ടൈം ഡിലീറ്റ് ആക്കുന്നതിന്. ശരിക്കും ത്രോട്ടിലങ്ങ് ഫുള്ള് ചവിട്ടണം അല്ലേ? കറക്റ്റ് ആ പവറിങ് എത്തണം. ഫുള്ള് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്നോടെ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു സ്വിച്ച് പോലെ തോന്നും. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയുടെ ഫോഴ്സിൽ പോകും. ഞാൻ ഒരു വട്ടം ചവിട്ടി, എന്നിട്ട് എനിക്ക് മനസ്സിലായി ഈ ഒരു പവർ അല്ല ശരിക്കുള്ള. ഞാൻ ലൈറ്റ് ആയിട്ട് തൊട്ട് കഴിയുമ്പോ തന്നെ വണ്ടി നീങ്ങുന്നുണ്ട്. പിന്നെ റോഡ്സ് എനിക്ക് അത്ര തിട്ടമില്ലാത്തതുകൊണ്ട് ഇവിടെ എവിടെയാണ് നിർത്തിക്കുന്നത്? ആ ഫ്രണ്ടിലേക്ക് ഏരിയ Last time I whipped around, last time I did the witness, last time I lived reverse, quarter brown, hit the reverend, last time I hit your crib, last time it went to tennis. I done went back in myself, felt like hell, fuck I risked it, pace yourself. How you living? Know you drilling off a city. How I got my stripes and business backing out in the street. What is wild, let it be, rages out, gotta eat. Now the vibe brought away with the sound. By the way, kinda down by the days to myself. Know they fucking with the moves. I'm joking, all the Jews know I'm joking. I be smooth and I lose it. Yeah, nah. ഭയങ്കര അറ്റൻഷൻ ഗ്രാബറാണ്. ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന കളറും ഈ കളറുമായിട്ട് നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇറങ്ങിയിരിക്കുന്ന ഒരു ഫയറി റെഡ് എന്ന് പറയുന്ന ഒരു കളറാണ്. ഇത് മെൽബൺ റെഡ് എന്ന് പറയുന്ന ഒരു കളറാണ്. ഇത്തിരിയുടെ ഗ്ലോയിങ് ആയിട്ട് നിൽക്കും ഈ കളർ. മറ്റേ ചെറിയതായിട്ട് ഇത്തിരി ഡിമ്മാണ്.
ഹൈവേ കിട്ടണം ഈ സാധനം കേട്ടാ. ഹൈവേ ട്വിസ്റ്റി റോഡിനെക്കാട്ടി ഹൈവേ കിട്ടണം. ഹൈവേ എന്ന് പറയുമ്പോ ഞങ്ങള് കഴിഞ്ഞിടയ്ക്ക് ഇവിടെ പോയി. ഞങ്ങളുടെ ഡ്രൈവ് ഉണ്ടായിരുന്നു 340 രാമേശ്വരം. ഞാൻ കണ്ടായിരുന്നു. രാമേശ്വരം ധനുഷ്കോടി എക്കോയിലിട്ട് 244 കയറ്റിയായിരുന്നു. അത് ഇവിടെ പറ്റത്തുമില്ല, അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണ്ട. അങ്ങനത്തെ ഒരു സ്ട്രെച്ച് ഒന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഹോൺ നല്ല ടൈറ്റ് ആട്ടാ. അതാ മറ്റേ ട്രിമ്മിന്റെ ഇത് കാരണം. അതൊന്നും സൊല്യൂഷൻ ഇല്ല. സൊല്യൂഷൻ അത് കഴിഞ്ഞിട്ട് ഞാൻ സർവീസിന് പോയില്ല. കഴിഞ്ഞിടയ്ക്ക് സർവീസ് കഴിഞ്ഞ് ഇങ്ങനെ ഇറക്കിയതുള്ളൂ. ഈ ഇഷ്യൂ പറഞ്ഞില്ല. ഓക്കെ. ഇപ്പൊ എന്താ കറന്റ് മുമ്പ് കഴിഞ്ഞ സർവീസ് ചെയ്തതിന്റെയാണ്? റെഗുലർ സർവീസ് അല്ല, ഓയിൽ ചേഞ്ച് ആണ്. നമ്മളല്ലാതെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഭയങ്കര റേറ്റ് ആയിരിക്കും. സർവീസ് പാക്കേജ് എന്ന് പറയുന്നുണ്ട്. അത് എടുത്തിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റാ. ഇപ്പൊ തന്നെ ഇതിനകത്ത് 5 ലക്ഷം രൂപയ്ക്കുള്ള 6 ലക്ഷം രൂപയ്ക്കുള്ള പണി ചെയ്തിട്ടുണ്ട്. ഞാൻ 3 പ്രാവശ്യം ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 1 പ്രാവശ്യം റോട്ടർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 1 പ്രാവശ്യം ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യം വൈപ്പർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സർവീസ് പാക്കേജ് എടുത്ത് അതൊരു ലിമിറ്റഡ് കിലോമീറ്റേഴ്സ് വരെ ഉള്ളൂ കേട്ടോ. ഞാൻ 9000 കിലോമീറ്റേഴ്സിനാണ് സർവീസ് പാക്കേജ് എടുക്കുന്നത്. എനിക്ക് അതൊരു 49 കിലോമീറ്റേഴ്സ് വരെ കിട്ടത്തുള്ളൂ. 49,000 കിലോമീറ്റേഴ്സ് വരെ കിട്ടും. അത് കഴിഞ്ഞ് കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന വഴി ഇങ്ങനെ അറിയത്തില്ല. സർവീസ് പാക്കേജ് കോസ്റ്റ് എത്ര ഉണ്ട്? സർവീസ് പാക്കേജ് നമുക്ക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2,30,000. കടയിലുള്ള